കായിക മത്സരത്തിനിടയിൽ അപകടം സംഭവിച്ച വിദ്യാർത്ഥിക്ക് പുതുജീവൻ നൽകി സുഹൃത്ത്. ഇരട്ടിയാർ ഗാന്ധിജി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വിദ്യാർത്ഥി അഭിജിത്തിനാണ് സുഹൃത്ത് അനന്തു തുണയായത്. ഹൈജമ്പ് മത്സരത്തിനിടെ നിലത്തേക്ക് തെറിച്ചുവീണ അഭിജിത്തിന് പ്രഥമ ശുശ്രൂഷ നൽകിയാണ് ജീവിതത്തിലേക്ക് തിരിച്ചെത്തിച്ചത്. ഹൈജമ്പ് മത്സരത്തിനിടെ നിലത്തേക്ക് തെറിച്ചു വീണ അഭിജിത്ത് ഷൈജുവിന് കൂട്ടുകാരൻ അഭിനന്ദ് നൽകിയത് ജീവവായു. ശാന്തിഗ്രാം ഗാന്ധിജി ഇംഗ്ലീഷ് ഗവൺമെന്റ് ഹൈസ്കൂളിലെ ഏവരും സ്തബ്ധരായി പോയ നിമിഷം. നിലത്ത് വീണ് ശ്വാസം നിലച്ച തന്റെ ഉറ്റ സുഹൃത്തിന്റെ ജീവൻ രക്ഷിക്കാൻ അഭിനന്ദ് പാഞ്ഞെത്തി. പെട്ടെന്ന് ഓർമ്മയിലെത്തിയ പ്രഥമ ശുശ്രൂഷ നൽകി അഭിജിത്തിനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു. കഴിഞ്ഞ 27-നാണ് സംഭവം. സ്കൂൾ ഒളിമ്പിക്സിലെ ഹൈജമ്പ് മത്സരത്തിൽ ഇരുവരും മത്സരാർത്ഥികളായിരുന്നു. ആദ്യ ഊഴം ലഭിച്ചത് അഭിജിത്തിനാണ്. എന്നാൽ ചാട്ടം പിഴച്ച ഹൈജമ്പ് ബെഡിൽ നിന്ന് തെന്നിമാറി അഭിജിത്ത് നിലത്തേക്ക് വീഴുകയായിരുന്നു. നിലത്ത് വീണ് ശ്വാസം കിട്ടാതെ പിടഞ്ഞ വിദ്യാർത്ഥിയെ കായികാധ്യാപകരായ ജയ്മോനും ജിബിൻ സി മാത്യുവും അധ്യാപകൻ ഡോക്ടർ എം ഫൈസലും മറ്റ് അധ്യാപകരും ചേർന്ന് എഴുന്നേൽപ്പിച്ചെങ്കിലും ശരീരം തളർന്ന അവസ്ഥയിലായിരുന്നു. കടിച്ചു പിടിച്ചേക്കുമായിരുന്നു. ഒരു കാരണവശാലും പുള്ളി തുറക്കുന്നില്ല. നമ്മൾ എത്ര വിളിച്ചിട്ടും പുള്ളി മൈൻഡ് ചെയ്യുന്നുമില്ല. ഒടുവിലിപ്പം അപ്പോഴാണ് അവൻ ഉണ്ണി ഞങ്ങൾ വിളിക്കാറില്ല. അവനെ ഓടി ഒന്ന് അവൻ്റെ വലിച്ച് തുറക്കുകയും അത് ഇപ്പത്തിന് അവന് ചെറിയൊരു ചേർത്ത് പിടിച്ച് അവനെ ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഹാർട്ട് റേറ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് വായിന്ന് ബ്രീത്തെടുത്ത് പെട്ടെന്ന് ആ പയ്യൻ ഓക്കെ ആവുക ചെയ്തത്. പെട്ടെന്ന് അപ്പം തന്നെ നമ്മൾ വണ്ടി എടുത്ത് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി. എന്തായാലും പെട്ടെന്നൊരു എന്താ പറയുക, ഒരു ജീവൻ എന്താ പറയുക, സ്പോർട്സിനിടയ്ക്കാണെങ്കിൽ പോലും ഒരു കുട്ടിയുടെ ജീവൻ അല്ലെങ്കിൽ മറ്റൊരാളുടെ ഒരു ജീവൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും വിലപ്പെട്ടാണല്ലോ. പെട്ടെന്ന് നമുക്കൊന്ന് പ്രതീക്ഷിക്കാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നത്. എന്തായാലും ആ പയ്യൻ വന്നൊരു നല്ലൊരു പ്രവർത്തനം ചെയ്തുകൊണ്ട് നമുക്ക് അവൻ്റെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചു. വളരെ സന്തോഷമുണ്ട് ഞങ്ങൾക്ക്. എന്തായാലും പെട്ടെന്നാണ് അഭിനന്ദ് ഓടിയെത്തിയത്. അഭിജിത്തിന്റെ വായിൽ നിന്ന് രക്തം വരുന്നത് കണ്ട അഭിനന്ദ് ബലമായി വായ തുറക്കുകയും നാവ് മുറിയാതെ ഉള്ളിലേക്ക് എടുപ്പിച്ചു. തുടർന്ന് CPR നൽകിയതോടെ അഭിജിത്ത് കണ്ണു തുറന്നു. ഉടൻ തന്നെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വീണ്ടും നിലവിൻ്റെ പെടലൊക്കെ മറിഞ്ഞു പോവുക. എങ്കിലായിട്ട് ഞാൻ ഓടി ചെന്നിട്ട് എൻ്റെ വായ ഇങ്ങനെ നോക്കിയപ്പോൾ ഇങ്ങനെ നാക്ക് അടിച്ചു പിടിച്ചേക്കുക. നേരത്തെ ഞാൻ വാ തുറന്നിട്ട് ഇവൻ്റെ നാക്കകത്തോട്ട് എടുത്തിട്ട് ഞാൻ ഇവനെ പ്രസ് ചെയ്തു. വാ തുറന്നിട്ട് പ്രസ് ചെയ്തു. നേരത്തെ ഇവൻ പെട്ടെന്ന് ഇങ്ങനെ ഇവൻ എന്നാലും ഇങ്ങനെ ശ്വാസം എടുക്കാൻ തുടങ്ങി. പിന്നെ ഇവൻ എന്നോട് മിണ്ടി വെള്ളം വേണമെന്ന് അത് പറഞ്ഞു. പെട്ടെന്ന് വണ്ടി എടുത്ത് ആശുപത്രി കൊണ്ടുപോയി. ചാടാൻ നോക്കി. അപ്പോൾ കമ്പ് തട്ടി കാലിലോട്ട്. അന്നേരം തന്നെ ഞാൻ നിലത്തോട്ട് ആഞ്ഞു. അപ്പോൾ നിലത്തോട്ട് വീണു. അന്നേരം തന്നെ എനിക്ക് വേദന എടുത്തു. അപ്പോൾ ഞാൻ 2 ഉരുളിച്ച് വരുന്നു. അപ്പം തന്നെ ശ്വാസം എടുക്കാൻ പറ്റിയില്ല. ഞാൻ അപ്പം തന്നെ ബോധം പോയി. പിന്നെ കൂട്ടുകാർ പറഞ്ഞപ്പോഴറിഞ്ഞു ഇവനിങ്ങനെയൊക്കെ ചെയ്തു എന്നൊക്കെ അറിഞ്ഞു. അന്നേരത്തിന് ഞാൻ ജീവൻ പോയെന്നാ ഓർത്തേ. എല്ലാവരും പറഞ്ഞു കേട്ടപ്പോൾ. പരിശോധനയിൽ വീഴ്ചയിലുണ്ടായ ചെറിയ ക്ഷതങ്ങളൊഴിച്ചാൽ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. ഇരുവരും 10ാം ക്ലാസ് വിദ്യാർത്ഥികളാണ്. സ്കൂളിലെ ഫുട്ബോൾ ടീമിന്റെ ക്യാപ്റ്റൻ കൂടിയാണ് അഭിനന്ദ്. ഫുട്ബോൾ പരിശീലന കാലയളവിലാണ് അടിയന്തര ഘട്ടത്തിൽ നൽകേണ്ട പ്രഥമ ശുശ്രൂഷയെക്കുറിച്ച് പഠിച്ചത്. അഭിനന്ദുവും അഭിജിത്തും ചെറുപ്പം മുതൽ അടുത്ത സുഹൃത്തുക്കളും 1ാം ക്ലാസ് മുതൽ ശാന്തിഗ്രാം സ്കൂളിലെ വിദ്യാർത്ഥികളുമാണ്. നമ്മുടെ ഒരു കുട്ടി ഉണ്ണി എന്നാണ് അവനെ നമ്മളെല്ലാവരും വിളിക്കുന്നത്. അവൻ്റെ അവസരോചിതമായ ഇടപെടൽ കൊണ്ട് ഈ കുട്ടി ഇന്നിപ്പോൾ യാതൊരു കുഴപ്പങ്ങളും ഇല്ലാതെ ജീവനോടെ ഇരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം അവൻ ഇത് കണ്ടപാടെ അവൻ ചെയ്തത് ഓടി വന്ന് അവനെ എടുത്ത് കുടഞ്ഞു. അവൻ്റെ കൈ കാലുകളൊക്കെ നന്നായി കുടഞ്ഞ് ശരീരം കുടഞ്ഞിട്ട് അവൻ്റെ വായ ഇങ്ങനെ അടഞ്ഞു പോയ ആ വായ ഇങ്ങനെ വിടർത്തി അവന് CPR കൊടുത്ത് അവൻ്റെ ആ ബ്രീത്തിങ് പ്രോബ്ലം ശരിയാക്കിയെടുത്തു. അവന് ശ്വാസം എടുക്കാനായിട്ട് സാധിച്ചു. ഒരു 2 മിനിറ്റ് നേരെ ആ കുട്ടി ശ്വാസം ഇല്ലാതെ നിൽക്കുമായിരുന്നു. ഇവൻ്റെ ആ പെട്ടെന്നുള്ള അവൻ്റെ ആ CPR കൊടുക്കലും ആ ഒരു ആക്ടിവിറ്റിയിലൂടെയാണ് ആ കുട്ടിക്ക് തിരിച്ച് നോർമൽ ഒരു ഇതിലേക്ക് വരാനായിട്ട് സാധിച്ചത്. ശാന്തിഗ്രാം മാഞ്ഞാടിയിൽ മനോജ് സിന്ധു ദമ്പതികളുടെ മകനാണ് അഭിനന്ദ്. സഹപാഠിയുടെ ജീവൻ രക്ഷിച്ച് ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന അഭിനന്ദുവിന് സ്കൂൾ അധികൃതരുടെയും PTA ഭാരവാഹികളുടെയും സഹപാഠികളുടെയും എല്ലാം അഭിനന്ദന പ്രവാഹമാണ്. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.